ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചക്കക്കുരു മുരിങ്ങക്കായും കൂടെ ചേർത്തിട്ടുള്ള ഒരു ഉലർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. ഇനി ചക്കക്കുരു ആദ്യം ഒന്ന് ക്ലീനാക്കി എടുക്കാം. അപ്പോൾ ചക്കക്കുരു ഞാനിവിടെ ഒരു 400-450 ഗ്രാം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ചക്കക്കുരുവിൻ്റെ തൊലി ആദ്യം ഒന്ന് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ബ്രൗൺ കളർ ചെറുതായിട്ടൊന്ന് ചുരണ്ടി കളയണം. ഇപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ചക്കക്കുരുവിൻ്റെ തൊലി കളയാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ മതി. അരമണിക്കൂർ ചക്കക്കുരു വെള്ളത്തിലിട്ടിട്ട് നമ്മളെ തൊലി കളഞ്ഞെടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലീനാക്കി എടുക്കാവുന്നതാണ്. അത് ചില ചക്കക്കുരുവിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ക്ലീനാക്കിയാൽ മതി. ഇപ്പോൾ ചക്കക്കുരു ക്ലീനാക്കിയിട്ട് നമ്മുടെ കയ്യിൽ പശ പോലെ ഉണ്ടെങ്കിൽ അത് കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ച് പശ കളയാവുന്നതാണ്. ഇനി ചക്കക്കുരു കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ചക്കക്കുരു ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യുക അല്ലെങ്കിൽ വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ചക്കക്കുരു. ഇനി അരിഞ്ഞെടുത്ത് ചക്കക്കുരു എല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിന് വേണ്ട മുരിങ്ങക്കയാണ്. മുരിങ്ങക്ക ഞാനിവിടെ 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 മുരിങ്ങക്ക എടുക്കാവുന്നതാണ്. മുരിങ്ങക്കായും അതിൻ്റെ ആ തൊലി ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ അവിയലിനൊക്കെ കട്ട് ചെയ്യുന്ന ആ സെയിം സൈസ് തന്നെ മുരിങ്ങക്ക കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത മുരിങ്ങക്കായും ഈ ചക്കക്കുരും കൂടെ നല്ലതുപോലെ ഇനി കഴുകിയെടുക്കണം. കഴുകിയെടുത്ത ചക്കക്കുരു മുരിങ്ങക്ക ഒരു ചട്ടിയിലേക്ക് ഇടാം. ഞാൻ അതിലേക്ക് 1-2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കണം. അതിനാവശ്യമുള്ള കല്ലുപ്പും കൂടി ചേർക്കണം. ചക്കക്കുരു മുരിങ്ങക്ക വേവിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ചക്കക്കുരു മുരിങ്ങക്കയുടെ ലെവലിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വയ്ക്കണം. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കുക. ഇപ്പോൾ ചക്കക്കുരു പെട്ടെന്ന് വേവാത്ത ചക്കക്കുരു ആണെങ്കിൽ ബലം പോലെ ഇരിക്കുന്ന ചക്കക്കുരു ആണെങ്കിൽ ചക്കക്കുരു പ്രഷർ കുക്കറിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് ഒരു 3-4 വിസിൽ വരുന്നവരെ വേവിച്ചെടുത്താൽ മതി. അപ്പം മുരിങ്ങക്ക അന്നേരം കുക്കറിലിട്ട് വേവിക്കരുത്. മുരിങ്ങക്ക സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളവും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്നിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ചക്കക്കുരു ഒരു പകുതി വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പോ എന്തെങ്കിലും വേണമെങ്കിൽ അതിനനുസരിച്ച് ഉപ്പ് ചേർത്തിട്ട് വീണ്ടും മൂടി വെച്ച് വേണം വേവിക്കാനായിട്ട്.
അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ചക്കക്കുരു മുരിങ്ങയ്ക്ക ഉലർത്തുന്നതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി അല്ലെങ്കിൽ ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നല്ലതുപോലെ ചതച്ചെടുക്കണം. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ചതച്ച് വെച്ച ഉള്ളി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിക്കാം. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇടിച്ച മുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. കുറച്ചും കൂടി എരിവ് കൂടുതൽ വേണമെങ്കിൽ ചതച്ച മുളക് 1 ടീസ്പൂൺ കൂടി ചേർക്കാവുന്നതാണ്. ഇപ്പം മുളക് നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മുരിങ്ങക്കയും ചക്കക്കുരും കൂടെ ചേർക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഉലർത്തിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഒത്തിരി ഡ്രൈ ആവാണ്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വേവിച്ചെടുക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് വെള്ളത്തോടു കൂടി നമ്മൾ വേവിച്ചെടുക്കണം. എന്നിട്ട് വേണം ആ വെള്ളത്തോടു കൂടി വേണം നമ്മളിത് ഉലർത്താനായിട്ട്. അപ്പോൾ കുറച്ചൊരു ഇങ്ങനെ കുഴമ്പ് പോലെ രൂപത്തിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഡ്രൈ ആക്കി ഉലർത്തിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലർത്താണ് ചക്കക്കുരു മുരിങ്ങക്കായും.